തുണയെനിക്കേശുവേ, കുറവെനിയില്ലതാ. അനുദിനം തന്നിഴലിൻ മറവിൽ വസിച്ചിടും ഞാൻ. അവനെന്റെ സങ്കേതവും അവലംബവും കോട്ടയും. അവനിലാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ. തുണയെനിക്കേശുവേ, കുറവെനിയില്ലതാ. അനുദിനം തന്നിഴലിൻ മറവിൽ വസിച്ചിടും ഞാൻ. പകയന്റെ കണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും താൻ പകർന്നിടും കൃപമഴവോ. തുണയെനിക്കേശുവേ, കുറവെനിയില്ലതാ. അനുദിനം തന്നിഴലിൻ മറവിൽ വസിച്ചിടും ഞാൻ. ശരണമവൻ തരും തൻ ചിറകുകളിൻ കീഴിൽ. പരിചയും പലകയുമാ പരമനി പാരിടത്തിൽ. തുണയെനിക്കേശുവേ, കുറവെനിയില്ലതാ. അനുദിനം തന്നിഴലിൻ മറവിൽ വസിച്ചിടും ഞാൻ. വലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്നെന്നെ വല്ലഭൻ കാത്തിടുമേ. തുണയെനിക്കേശുവേ, കുറവെനിയില്ലതാ. അനുദിനം തന്നിഴലിൻ മറവിൽ വസിച്ചിടും ഞാൻ. ആകുലവേളകളിൽ ആപത്തുനാളുകളിൽ ആഗതനാമരികിൽ ആശ്വസിപ്പിച്ചിടുവാൻ. തുണയെനിക്കേശുവേ, കുറവെനിയില്ലതാ. അനുദിനം തന്നിഴലിൻ മറവിൽ വസിച്ചിടും ഞാൻ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം വായിക്കുന്ന ഇങ്ങനെയാണ്: അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. സന്ദർഭം നമുക്ക് വളരെയേറെ സുപരിചിതമായിട്ടുള്ളതാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിങ്കൽ താൻ ആദ്യമായി ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയ അടയാളമാണല്ലോ കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയതായ സംഭവം. അതോടുള്ള ബന്ധത്തിലാണ് നാം ഇവിടെ വായിച്ചത്. അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട് പറയുകയാണ്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. ഈ സംഭവത്തിൽ ചിന്തനീയമായ ഒട്ടനവധി കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. 2-ാം അധ്യായത്തിന്റെ ആരംഭവാക്യത്തിൽ നാം വായിക്കുന്നത്, 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു എന്നെഴുതിയിരിക്കുന്നു. അവിടെ തന്നെ ഞാൻ ചിന്തിച്ചതായ ഒരു കാര്യം ഇങ്ങനെയാണ്: യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? യേശുവിന്റെ അമ്മയുടെ ചാർച്ചക്കാരിൽപ്പെട്ട ഒരു ഭവനമാകാൻ സാധ്യതയുണ്ട്. ഞാൻ അങ്ങനെ വിചാരിക്കുന്നു. ഏറ്റവും അടുത്തതായ ഒരു ഭവനം. അതുകൊണ്ടാണ് യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. അതേസമയം യേശുവിനെയും ശിഷ്യന്മാരെയും ക്ഷണിച്ചിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. പല ചെറുപ്പക്കാരും ഇങ്ങനെയാണ്, കല്യാണം അടുക്കാറാവുമ്പോഴാണ് യേശുവിനെ പറ്റി വിചാരിക്കുന്നത്. അപ്പോഴാണ് യേശുവിനെ ക്ഷണിക്കണം എന്ന് വിചാരിക്കുന്നത്. യേശുവിന്റെ അമ്മ ആ ഭവനത്തിൽ ഉണ്ടായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ എല്ലാ സമയത്തും നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ പോരായ്മകൾ കർത്താവ് അതാത് സമയങ്ങളിൽ നികത്തി തന്ന് നമ്മെ മുൻപോട്ട് നയിക്കുന്നത്. ഈ ഭാഗങ്ങളിൽ നാം കാണുന്നത് ഇങ്ങനെയാണ്: ഗലീലയിലെ കാനാവിൽ വളരെ സന്തോഷത്തിൻ്റെതായ ഒരു സമയമാണ്.
ആ കല്യാണത്തിൻ്റെ സമയമെന്ന് പറയുന്നത് ഏറ്റവും സന്തോഷകരമാണ്. എല്ലാവരുടെയും മുഖത്ത് വളരെ സന്തോഷം അലയടിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു സമയം. എന്നാൽ അല്പസമയത്തിനുള്ളിൽ വിരുന്നുവാഴി ഓടി വന്ന് വീട്ടുകാരൻ്റെ ചെവിയിൽ എന്തോ അടക്കം പറയുന്നു. അതോടെ അദ്ദേഹത്തിൻ്റെ മുഖം മ്ലാനമായി തീരുന്നു. അടുത്തു നിന്നവരൊക്കെ വീട്ടുകാരനോട് രഹസ്യമായി കാര്യം അന്വേഷിക്കുന്നു. അവരോടൊക്കെ അദ്ദേഹം ചെവിയിൽ അടക്കം പറയുന്നു. അതോടെ അവരുടെ എല്ലാം മുഖം മ്ലാനമായി തീരുന്നു. അങ്ങനെ അല്പം ചില നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവിടെയുള്ള വീടുമായി ബന്ധപ്പെട്ട ആളുകളുടെയൊക്കെ മുഖം വല്ലാതെ മ്ലാനമായിട്ട് മാറുകയാണ്. സന്തോഷമെല്ലാം മാറിപ്പോയി. പെട്ടെന്ന് സങ്കടത്തിൻ്റെതായ ഒരു സ്ഥിതിയിലേക്ക് മാറി. കല്യാണ സദ്യ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എങ്ങനെയായിത്തീരും എന്നുള്ളത് ഓർത്ത് വീട്ടുകാരൻ്റെ മനസ്സിൽ വല്ലാത്ത ആധിയായി. കൂടെയുള്ളവരുടെയൊക്കെ മനസ്സിൽ വല്ലാത്തൊരു പ്രയാസം. സന്തോഷമെല്ലാം മാഞ്ഞുപോയി. ഇനിയും എന്ത് ചെയ്യും എന്നുള്ളതായ ഒരു വലിയ ചോദ്യം അവരുടെ മുൻപാകെ നിൽക്കുന്നു. ഞാൻ ഇങ്ങനെ കരുതുകയാണ്, വിവരം അറിഞ്ഞവരൊക്കെ വിഷമിച്ച് മാറി തലയ്ക്ക് കൈ കൊടുത്ത് കുനിഞ്ഞിരിക്കുന്നതായ ഒരു പ്രയാസകരമായ സാഹചര്യം. എന്താണ് ചെയ്യേണ്ടുന്നതെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല. സന്തോഷമെല്ലാം മാഞ്ഞുപോയി. വളരെ പ്രയാസകരമായ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങിപ്പോയി. അതേസമയം തന്നെ ക്ഷണിക്കപ്പെട്ടവരുടെ മുൻപാകെ പ്രയാസം കാണിക്കാതെ സന്തോഷം അഭിനയിച്ചു നിൽക്കേണ്ടുന്നതായ ഒരു സ്ഥിതി കൂടെ ഉണ്ട്. അത് ഏറ്റവും വിഷമകരമായ ഒരു കാര്യമാണ്. മനസ്സ് വല്ലാതെ പിടയ്ക്കുകയും നീറുകയും ചെയ്യുന്നതായ ഒരു സമയം. അതേ അവസരത്തിൽ മറ്റുള്ളവരുടെ മുൻപാകെ സന്തോഷം അഭിനയിച്ച് കാണിക്കേണ്ടുന്നതായ ഒരു സ്ഥിതി, ഇതത്ര ഭയാനകമായ പ്രയാസകരമായ ഒരു സാഹചര്യമാണ്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മുടെ മനസ്സ് വല്ലാതെ പതറിയിരിക്കുന്ന, വല്ലാതെ ഭാരപ്പെടുന്നതായ ഒരു സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ പ്രയാസം മറ്റുള്ളവരെ കാണിക്കാതെ നാം മറ്റുള്ളവരുടെ മുൻപാകെ സന്തോഷം അഭിനയിച്ചു കൊണ്ടുപോകുന്നതായ ഒരു സാഹചര്യം, അത് വളരെ പ്രയാസകരമാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാത്തവർ വളരെ ചുരുക്കമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതെങ്കിലുമൊക്കെ അവസരങ്ങളിൽ നാം ഇങ്ങനെയുള്ളതായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. യേശുവിൻ്റെ അമ്മ നോക്കുമ്പോൾ ഒരേ ഒരു പോംവഴി അതിനുണ്ട്. നമുക്കറിയാം, അതേവരെ കർത്താവ് അടയാളങ്ങളൊന്നും ചെയ്തിട്ടില്ല, അതേവരെ തൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ യേശുവിൻ്റെ അമ്മ തൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ദൈവദൂതൻ അവളോട് 30 വർഷങ്ങൾക്ക് മുൻപ് യേശുവിൻ്റെ ജനനത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അവളോട് പറഞ്ഞതായ ചില കാര്യങ്ങൾ അവളുടെ മനസ്സിൽ അവൾ സംഗ്രഹിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു വലിയ പ്രതിസന്ധിക്ക് പരിഹാരം നൽകുവാൻ കർത്താവായ യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നത് ഒരുപക്ഷെ മറിയ നന്നായിട്ട് ഗ്രഹിച്ചിട്ടുണ്ടാകാം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ നിരാശയുടെ സമയത്ത്, പ്രയാസത്തിൻ്റെ സമയത്ത്, നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുമ്പോൾ, നാം മറ്റുള്ളവരുടെ മുൻപാകെ സന്തോഷം അഭിനയിച്ച് കാണിക്കുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൻ്റെ വലിയ ഭാരവും പ്രയാസവും ഒക്കെ നമ്മെ വല്ലാതെ ഭാരപ്പെടുത്തുന്ന ആ സമയത്ത് ആ പ്രശ്നങ്ങളുടെയൊക്കെ പരിഹാരത്തിനുള്ള ഏക പോംവഴി എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോട് അടുത്ത് ചെല്ലുക എന്നുള്ളത് മാത്രമാണ്. ഇവിടെ പ്രത്യേകം ചിന്തനീയമായ ഒരു കാര്യമുണ്ട്. ഒരുപക്ഷെ വീട്ടുകാരൻ വീഞ്ഞു കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ ഒരുപക്ഷെ ആരോടെങ്കിലുമൊക്കെ ചോദിച്ചു കാണും. പക്ഷെ അവരൊക്കെ കൈമലർത്തി കാണും. എന്നാൽ യേശുവിൻ്റെ അമ്മ ചെയ്തതെന്താണ്? ഓടിച്ചെന്ന് ശുശ്രൂഷക്കാരോട് പറയുകയാണ്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. പ്രിയമുള്ളവരെ, ഞാൻ മനസ്സിലാക്കുന്നത് യേശുവിൻ്റെ അമ്മ ആ കാര്യം അറിയിച്ച സമയം മുതൽ ശുശ്രൂഷക്കാര് യേശുവിൻ്റെ അടുക്കൽ നിൽക്കുകയാണ്. അവൻ എങ്ങോട്ട് പോയാലും അവൻ്റെ കൂടെ പോവുകയാണ്. അവൻ എന്താണ് സംസാരിക്കുന്നത്, എന്താണ് ആവശ്യപ്പെടുന്നത് എന്ന് കേൾക്കുവാനായി അവർ കാതോർത്തിരിക്കുകയാണ്. അങ്ങനെ കർത്താവിൻ്റെ കൂടെ നടക്കുന്ന ശുശ്രൂഷക്കാരെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മോട് പറയുന്നതായ കാര്യങ്ങൾ നാം കേൾക്കുവാൻ ബാധ്യസ്ഥരാണ്. എല്ലാ സമയത്തും നാം കാതോർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് ഈ ദിവസത്തിൻ്റെ ആരംഭത്തിൽ, ഈ രാവിലെ സമയത്ത് കർത്താവിന് നമ്മോട് പറയാനുള്ള കൽപ്പന എന്താണെന്നുള്ളത് നാം കേൾക്കേണ്ടത് ആവശ്യമാണ്. ഇതിന് സമാനമായ ഒരു ചിന്ത നമുക്ക് യോശുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നിന്ന് കാണുവാൻ സാധിക്കും. ഇസ്രായേൽ ജനം കനാൻ നാട്ടിലേക്ക് പ്രവേശിച്ച് അവർ ഗിൽഗാലിൽ പാളയമിറങ്ങിയിരിക്കുന്നതായ സമയത്ത് അവരുടെ മുൻപാകെ അടച്ചു ഭദ്രമാക്കിയിരുന്നതായ യെരിഹോ എന്ന പട്ടണത്തെ സംബന്ധിച്ച് തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശപിക്കപ്പെട്ടതായ ഒരു പട്ടണം. ആ പട്ടണം ഇസ്രായേൽ ജനത്തിന്റെ മുൻപാകെ അടച്ചു ഭദ്രമാക്കിയിരുന്നു. എന്നാൽ അതിനെ തകർത്ത് കളയേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ട് യോശുവ എന്താണ് ചെയ്തത്? എല്ലാ ദിവസവും ആ പട്ടണത്തിന്റെ സമീപത്ത് പോയിരുന്ന് ആ കോട്ടയിലേക്ക് നോക്കി വല്ലാതെ വിഷമിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതായ സമയത്ത് ദൈവത്തിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി വരുന്നതായ ഒരു സമയം കാണാൻ സാധിക്കും. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം 13 മുതലുള്ളതായ വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. യോശുവ യെരിഹോവിന് സമീപത്തിരിക്കുമ്പോൾ തല ഉയർത്തി നോക്കി, ഒരാൾ കയ്യിൽ
വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് അവന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. യോശുവ അവന്റെ അടുക്കൽ ചെന്ന് അവനോട്, നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ എന്ന് ചോദിച്ചു. അതിന് അവൻ, അല്ല, ഞാൻ യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയായി ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യോശുവ സാഷ്ടാംഗം വീണു നമസ്കരിച്ചു. അവനോട്, കർത്താവിന് അടിയനോടുള്ള കൽപ്പന എന്ത് എന്ന് ചോദിച്ചു. നോക്കുക, ഇവിടെ യോശുവ ദൈവദൂതനോട് പറയുകയാണ്, കർത്താവിന് അടിയനോടുള്ള കൽപ്പന എന്ത്? പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ ദൈവവചനം നമ്മോട് പറയുന്നതായ ഒരു കാര്യം, കർത്താവിന് നമ്മോടുള്ളതായ കൽപ്പന എന്ത് എന്ന് കേൾക്കുവാൻ നാം ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ്. കാനാവിലെ കല്യാണത്തിന്റെ സമയത്തും ശുശ്രൂഷക്കാരോട് യേശുവിന്റെ അമ്മയായ മറിയ ആവശ്യപ്പെട്ടതും ഇത് തന്നെയാണ്. കർത്താവ് നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. നാം വായിക്കുന്നത്, അവൻ അവരോട് കൽപ്പിക്കുകയാണ്. അവിടെ വച്ചിരുന്നതായ 6 കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നു, ചരിത്രം പറയുന്നതനുസരിച്ചാണെങ്കിൽ ഒരു കൽപ്പാത്രം ഏതാണ്ട് 94 ലിറ്ററോളം വെള്ളം കൊള്ളുന്നതായ കൽപ്പാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 6 കൽപ്പാത്രങ്ങളിലായി ഏകദേശം 500 ലിറ്ററിന് മുകളിൽ വെള്ളം അവർ കോരി നിറയ്ക്കേണ്ടിയിരുന്നു. നമ്മുടെ വീട്ടിലുള്ളതായ ഈ സിൻടെക്സ് ടാങ്കുകളൊക്കെ നോക്കുമ്പോൾ 500 ലിറ്ററിന്റെ ഒരു ടാങ്ക് നമ്മുടെ മനസ്സിലൊന്ന് സങ്കല്പിക്കുന്നത് നന്നായിരിക്കും. പ്രിയമുള്ളവരെ, എത്ര സമയം വെള്ളം കോരി നിറയ്ക്കേണ്ടതായിട്ടുണ്ട്? നാം അവിടെ വായിക്കുന്നത്, അവർ വക്കോളവും നിറച്ചു എന്നാണ്. കർത്താവിന്റെ കൽപ്പന അതേപോലെ അവർ അനുസരിച്ചു. വക്കോളവും നിറച്ചു കഴിഞ്ഞപ്പോൾ അവർക്കറിയാം ഇത് ഒരു വലിയ അത്ഭുതമായി മാറാൻ തുടങ്ങുന്നതായ കാര്യമാണെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് അവർ വക്കോളവും നിറച്ചത്. അങ്ങനെ ആ 6 കൽപ്പാത്രങ്ങളിൽ വക്കോളവും നിറച്ചു കഴിയുമ്പോൾ അത് നാം വായിക്കുന്നത് ഏറ്റവും മാധുര്യമേറിയ വീഞ്ഞായിട്ട് മാറുകയാണ്. ഇന്ന് രാവിലെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. കർത്താവെ, അടിയനോടുള്ള കൽപ്പന എന്ത് എന്നുള്ളത് അവിടുന്ന് തന്നെ അറിയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന് അനേക കാര്യങ്ങൾ നമ്മോട് പറയാനായിട്ടുണ്ട്. നാം അത് കേൾക്കുവാൻ തയ്യാറുള്ളവരായി ഒരുക്കമുള്ളവരായിരിക്കേണ്ടത് ആവശ്യമാണ്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസമുള്ളവൻ ആയിരിപ്പീൻ. പ്രിയമുള്ളവരെ, പലപ്പോഴും നാം നേരെ വിപരീതമാണ് കാണിക്കാറുള്ളത്. നാം അങ്ങോട്ട് പറയുകയാണ് കാര്യങ്ങൾ, കർത്താവിനോട് നാം അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. ഒരു ദൈവദാസൻ ഇങ്ങനെ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മളെല്ലാം പലപ്പോഴും ആടുകളെ പോലെയാണ്. ആടുകൾ എല്ലാ സമയത്തും മേ മേ എന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. അതേപോലെയാണ് വിശ്വാസികൾ. കർത്താവിനോട് എല്ലാ ദിവസവും അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്, കർത്താവേ, എനിക്ക് അത് തരണമേ, എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു തരണമേ, എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമ്മൾ മേ മേ എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആടുകളായി പലപ്പോഴും മാറിപ്പോകുന്നു എന്നൊരു ദൈവദാസൻ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, നാം കേൾപ്പാൻ വേഗതയുള്ളവരായി, കർത്താവ് നമ്മോട് എന്താണ് പറയുന്നതെന്ന് കേട്ട് അതിനനുസരണമായിട്ട് ചെയ്യുന്നവരായി, കേൾപ്പാൻ വേഗതയുള്ളവരായി, പറവാൻ താമസമുള്ളവരായി ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ദിവസം കർത്താവിന് നമ്മോടുള്ളതായ കൽപ്പന എന്താണെന്നുള്ളത് വളരെ വ്യക്തമായി കേൾക്കുവാൻ വേഗതയുള്ളവരായി ദൈവവചനത്തിനടുത്തേക്ക് നമുക്ക് ചെല്ലാം. ഇന്നത്തെ ദിവസം അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗ്ഗീയ പിതാവാ നല്ല ദൈവമേ, അവിടുത്തെ അനുഗ്രഹത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്നത്തെ ദിവസം അവിടുന്ന് ഞങ്ങളോട് കൽപ്പിക്കുന്നതായ കൽപ്പന എന്തെന്നുള്ളത് കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ വാക്കുകളെ അനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളും ഭാരങ്ങളും ഒക്കെ നീക്കി ഞങ്ങളെ സന്തോഷത്തിലേക്ക് നയിക്കുവാൻ അവിടുത്തേക്കല്ലാതെ മറ്റൊന്നിനും കഴിയുകയില്ല എന്നുള്ളത് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവെ, ഇന്ന് രാവിലെ ഞങ്ങളോട് അവിടുന്ന് സംസാരിച്ചാട്ടെ, ഞങ്ങളെ അവിടുന്ന് വഴി കാണിച്ചു തന്നാട്ടെ, ഞങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ളത് അവിടുന്ന് കൽപ്പിച്ചാട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ താഴ്മയായി യാചിക്കുന്ന കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. സ്വർഗ്ഗീയ നല്ല പിതാവേ, ആമേൻ.